അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഗ്രേസിനെ ഇതേ എഴുന്നേൽപ്പിച്ചു. ഇന്ന് അവൾക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ പൂവൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാനോ ഇതിനൊരു ടൈം കിട്ടിയില്ല. പിന്നെ ഗ്രേസ് പറഞ്ഞായിരുന്നു എനിക്ക് കൂടി ചെയ്യണം, അമ്മ മാത്രം ചെയ്താൽ പോരെ, ഞാനും കൂടി വരും, എനിക്ക് പൂവ് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ വെച്ചു. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പെട്ടു. പിന്നെ ഗ്രേസ് വേഗമൊക്കെ ഉറങ്ങി, ഗ്രേസും സ്റ്റീവൊക്കെ വേഗം ഉറങ്ങി. ഇവിടെ എല്ലാവരും പള്ളിയിൽ പോയിട്ട് മണവാളനും മണവാട്ടിക്ക് എണീറ്റ് മണവാട്ടി മന്ത്രകോടിയൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരും അമ്മയും എല്ലാവരും പള്ളിയിൽ പോയേക്കാം. അപ്പോൾ ഇനി അവർ വന്നേക്കാൻ മുമ്പ് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളും ഗ്രേസിനെ സ്കൂളിലേക്ക് വിടാനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഉറക്കപ്പിച്ചിലിങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മൂഡിലാണ്. പിന്നെ കുറേ പേര് വിഷസ് അറിയിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വിഷസിന് താങ്ക് യു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വിഷസിനും എല്ലാം താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വലിയൊരു പരിപാടി അങ്ങനെ കഴിഞ്ഞു. കല്യാണത്തിന് വേണ്ടിയായിരുന്നു ഇത്ര ദിവസം നമ്മുടെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബ് ചാനലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സമ്മത തലേന്ന് തുടങ്ങി നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് വരെയുള്ള വിശേഷങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ എനിക്കിങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ദൈവമായിട്ട് എനിക്കൊരു മാലാഖ്യനെ പോലെ ഒരു ചേച്ചീനെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒന്ന് മാറി നിൽക്കാനും ഓരോ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയത്. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ചേച്ചി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് തലേ ദിവസമാണ്, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണിത്. പിറ്റേ ദിവസം പോകുന്ന പറഞ്ഞ്. പക്ഷേ ചേച്ചിക്ക് ഒരു എമർജൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിനി അധിക നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണില്ല, നമുക്ക് തിരിച്ച് നമുക്ക് എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ മമ്മീനൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളിതേ വേഗം ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഗ്രേസിൻ്റെ ഉള്ള ഒരു ടൈപ്പ് പൂവിൻ്റെ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് പൂവിനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാണ് കേട്ടോ. കല്യാണത്തിനന്ന് ഞാൻ ഇടാൻ മൈലാഞ്ചിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇട്ട് കൊടുക്കാനൊന്നും ഒരു ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഗ്രേസ് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഗ്രേസിൻ്റെ കൈമേനി മൈലാഞ്ചിയൊക്കെ ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴുകിയിട്ട്, ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങാനൊന്നുമില്ല, ഇത് കെമിക്കൽ ടൈപ്പ് മൈലാഞ്ചിയാണ്. എൻ്റെ അടുത്ത് മറ്റേ ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ആയതുകൊണ്ട് കൊച്ചുങ്ങളുടെ കൈക്ക് ഇത് അത്രയും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇടാൻ. അത്ര പ്രൊഫഷണലായിട്ടൊന്നും അറിയുന്നില്ല, എന്നാലും നമുക്കൊരു ഐഡിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കും അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇനി ഗ്രേസിൻ്റെ മൈലാഞ്ചിയൊക്കെ ഇടിച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കി വേഗം ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ സണ്ണചേട്ടൻ ഇപ്പം എത്തും, മുല്ലപ്പൂവൊക്കെ കൊണ്ട് ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഗ്രേസ് ഓണം സെലിബ്രേഷന് വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിക്കുട്ടിയായിട്ട് കയ്യിൽ മൈലാഞ്ചി, എന്തൊക്കെയാ സെറ്റപ്പ്. വേഗം ചെരുപ്പിട് പോവാ, ചെരുപ്പ് കിട്ടൂലേ, നമുക്ക് സ്കൂളിൽ പോവാ. പൂ എടുത്തോ, എടുത്തിട്ട് പോവാ. അപ്പം മിടു ഇവിടെ ചപ്പാത്തി അല്ല പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗ്രേസിനെ സണ്ണിചേട്ടൻ നമ്മുടെ ബസ്സിലൊക്കെ കയറ്റി വിട്ടു, അതേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൂരിയാണ്. പൂരി മസാല ഉണ്ടാക്കാനാണ് പോവാണ്. അപ്പം അമ്മയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ തിരിച്ചെത്തി. നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ളത് കുഴച്ചൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ അതിനൊന്ന് പരത്തി റെഡിയാക്കി. അപ്പോൾ മമ്മി ഇനി ബാക്കി ഇതിൻ്റെ കറി മസാലയ്ക്കുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടാ. മണവാളനും മണവാട്ടിയൊക്കെ കുർബാന കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വല്യപ്പച്ചന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയേക്കാം. അപ്പോൾ ഇനി ഫുഡ് റെഡിയാക്കി കഴിയുമ്പോഴേക്കും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ചായ കുടിച്ചിട്ടൊക്കെ അങ്ങനെ അവർ ഇറങ്ങി. അപ്പോൾ ഇനി ഈ മമ്മീനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് എഴുന്നേറ്റു കേട്ടോ. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പൂരി ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു. മമ്മി അതിലേക്കുള്ള മസാല, സവോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ ഐറ്റംസൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കി വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്.
പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ വർക്ക് ചെയ്തായിരുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്തായിരുന്ന ചേട്ടന്മാരാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അവരെ കാണിക്കാൻ വിട്ടുപോയി എഡിറ്റ് ചെയ്തപ്പോൾ. ശരിക്കും ഇവർ പറഞ്ഞ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ ആക്ഷൻസും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അവരായിരുന്നു നമ്മളിങ്ങനെ നയിച്ചുകൊണ്ട് പോയായിരുന്നു. വളരെയധികം സപ്പോർട്ടീവായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചിരിക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് അങ്ങോട്ട് ചിരിച്ചൊക്കെ പോകും. അപ്പോൾ നല്ല കമ്പനി ആയിരുന്നു അവരായിട്ട്. പിന്നെ കുറേ പേര് എൻ്റെ സാരി എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചായിരുന്നു. മനസ്സമ്മതത്തിനുള്ള സാരി പുളിമൂട്ടിൽ നിന്നാണ് എടുത്തത്. പിന്നെ കല്യാണത്തിനുള്ള സാരി എടുത്തത് ജയലക്ഷ്മി എന്നായിരുന്നു, തൃശ്ശൂരുള്ള ജയലക്ഷ്മി എന്നായിരുന്നു എടുത്തായിരുന്നത്. അപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടേതായ എല്ലാ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും താങ്ക് യു. ഇത്ര ദിവസത്തെ നമ്മുടെ വീഡിയോസിന് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ പഴയ ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതേ മമ്മി ഇവിടെ മസാലയൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി. പിന്നെ അതേ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഇതാക്കി വെച്ചായിരുന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും ഇല്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി ചായയൊക്കെ വെച്ചിട്ട് ഒരു ചായയും കൂടി കുടിക്കണം. ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം കുറേ ദിവസം ഇവിടെ നിന്നില്ല, ഇടയ്ക്ക് വരും പോവും. പിന്നെ ചില ദിവസങ്ങളൊക്കെ രാത്രി നിന്നു. അങ്ങനെ കണ്ടിന്യൂസ് നിന്നില്ലായിരുന്നു. നമ്മൾ അടുത്ത വീടായതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് ഓടി വരും പോവും. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ഇത്. ശരിക്കും വീട്ടിലെ ചേച്ചി ഞാൻ പറഞ്ഞൊരു മാലാഖയുടെ പോലെ വന്നതാണ്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി പോകാമെന്ന് പറയുമ്പോൾ ഇന്ന് സത്യത്തിലൊരു വിഷമമുണ്ട്. സന്തോഷം വിഷമമൊക്കെ ഉള്ളൊരു ദിവസമാണ്. പിന്നെ നമുക്ക് അവരുടെ എമർജൻസി നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ പാക്കിങ് കഴിഞ്ഞു. മണവാട്ടി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഗ്രേസ് സ്റ്റീവിനൊക്കെ ഞാൻ വേഗം റെഡി ആക്കിയിട്ടാണ്. ഇനി ബാഗ് പാക്ക് ചെയ്തതൊക്കെ ഒന്ന് വണ്ടിയിലൊക്കെ എടുത്ത് വെച്ച് വേഗം നമ്മൾ നമ്മുടെ ലോകത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീണ്ടും നിങ്ങളോട് താങ്ക് യു പറയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.